റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? പക്ഷെ ദിസ് ഇസ് മൈ ആൻസർ. സോറി, അടുത്തത് നല്ലതായിരിക്കും കേട്ടോ. 10 കൊല്ലത്തിന്റെ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 2 പശുക്കൾ ഒരുമിച്ച് വരികയായിരുന്നു. അപ്പൊ ദൂരേന്നൊരു ലോറി വരുന്നു. ഇറ്റ്സ് എ വെരി വെരി ഇന്റൻസ് ക്വസ്റ്റ്യൻ. ഒരു പേളി മാനി ഷോയില് ഇത് പറയാൻ പാടുമോ എനിക്ക് അറിയില്ല. കാരണം ഇത് ഭയങ്കര അടിപൊളി ഷോ ആണ്. ഇപ്പൊ പട്ടി ഷോ ആയി. എനിക്ക് ഭയങ്കര അസൂയ ഉണ്ടല്ലോടാ. ഞാൻ അല്ലൂടെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ നാൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. കണ്ണാടി പോയാ മുന്നാടി വേണ്ട. ഇതൊരു പരമ്പരയായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നിനക്ക് അല്ലു അർജുൻ ഒന്ന് വിളിക്കാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. സിനിമയെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കട്ട് ചെയ്തോളാം. ഇതുകൊണ്ടാ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ വരരുത്. ആക്ടർ അല്ലു അർജുൻ എന്നുള്ള രീതി മിക്കവാറും വലിയ ഷൂട്ടിലായിരിക്കും. Hello guys, welcome to Pearly Mani's YouTube channel and this is Pearly Mani Show. നമ്മുടെ കൂടെ ഉണ്ട് GP, നമ്മുടെ വെരി ഓൺ GPയുടെ എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് എ സെക്കൻഡ് പാർട്ട് ബിക്കോസ് ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് എക്സൈറ്റിംഗ് ആയിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് കണ്ടിട്ട് വരൂ. നിന്റെ റോളിൽ നിനക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ, അതായത് ഇപ്പം യു ആർ ആക്ടിങ് ഇൻ മലയാളം, തെലുങ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് വേറെ ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ്. മലയാളത്തിൽ കുറച്ചും കൂടി നമുക്ക് സട്ടിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടായിരിക്കും. തെലുങ്കും പക്ഷേ ഇപ്പം നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈ അല വൈകുണ്ഠപുരമിലൂല് എനിക്ക് പറയുന്നത് ഐ ഫീൽ ഈവൻ ഇഫ് ഇറ്റ്സ് എ കമേഴ്ഷ്യൽ മൂവി നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമയായിരുന്നു ആക്ച്വലി. എടാ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഇത്രയും കൊല്ലം ഇതിനകത്തുള്ളതുകൊണ്ടായിരിക്കാം, നമ്മൾ സിനിമ ചെയ്തുകൊണ്ടായിരിക്കാം, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ആക്ടിങ് മാറി തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ അഭിനയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ ഒരു പേളി മാനി ഷോയിൽ ഇത് പറയാൻ പാടുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടി അല്ല. നമ്മൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ചില സീരിയസ് സ്പേസുകളിൽ നമ്മൾ സംസാരിക്കാറുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മൾ കുറേ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് റീഡിസ്കവറിങ് യുവർ സെൽഫ്. നമുക്ക് കിട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളിലും നമ്മളുടെ ഒരു അംശമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അംശത്തെ നമ്മൾ കണ്ടെത്തണം. ആ ക്യാരക്ടറിനൊരു സ്പേസ് ഉണ്ട്. കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹത്തിൻ്റെ നേച്ചർ, അദ്ദേഹത്തിൻ്റെ അതെല്ലാം ഉണ്ടാവും. നമ്മളെ അതിനകത്ത് ഈ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച്. ഇപ്പം ഞാൻ ചെയ്യുന്ന മനു കേരളീയൻ. ഈ മനു കേരളീയനിൽ എവിടെയാണ് GP? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നാച്ചുറൽ പെർഫോമർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലൂഡോ ഒക്കെ ചെയ്യുമ്പോൾ നീ മെല്ലത് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് യു ഹവ് പെർഫോംഡ് വെൽ എന്ന് ലൈക്ക് നിനക്ക് ആ ഒരു റിയലൈസേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ലൂഡോ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അനുരാഗ് ബാസു എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ അന്നൊക്കെ ബർഫിയും ഒക്കെ കണ്ട് വി ആർ ജഗ്ഗ ജാസൂസ്. അപ്പോൾ രൺബീർ കപൂർ, കട്രീന കൈഫ് അല്ലെങ്കിൽ പ്രിയങ്ക ചോപ്ര പോലത്തെ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഡയറക്ടറല്ലേ. അപ്പം ഐ ജസ്റ്റ് വെൻ ലൈക്ക് ഒരു സ്കൂളിലൊരു കൊച്ചു ബുക്കൊക്കെ എടുത്ത് പോകുന്ന പോലെ ഞാൻ പഠിക്കാനാണ് പോയിരിക്കണത്. അതായത് ഷോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ഒരു സ്റ്റൂളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഫാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മോണിറ്ററിൻ്റെ പുറകിൽ ഞാനും ഇരിക്കും. അവിടെ നടക്കുന്നത് എന്താണെങ്കിലും അത് കണ്ട് അപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, വാട്ട് ഹീ ടോൾഡ് മീ, വാട്ട് റിയലി സ്റ്റക്ക് ടു മൈ ഹെഡ് വാസ് ഹീ ന്യൂ ഞാൻ TV ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്നുള്ളത് ഹീ ന്യൂ വെരി വെൽ. എൻ്റെ അടുത്ത് പറഞ്ഞത് TV इज स्मॉल, TV छोटा है, लेकिन तुम्हारा एक्सप्रेशन उधर बड़ा होना चाहिए, वरना दिख नहीं, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് लेकिन मूवी बड़ा स्क्रीन में होगा, बड़ा स्क्रीन में छोटा एक्सप्रेशन बड़ा होगा, सो बड़ा एक्सप्रेशन मत दे दो, ആക്ടിങ് കാ ദുക്കാൻ മത് ഖോലോ എന്നിരുന്നു. അതായത് വലിയ കടയൊന്നും തുറന്നു വെക്കണ്ട, അതായത് ഭയങ്കരമായിട്ട് അഭിനയിക്കണ്ട എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആണ് എൻ്റെ ഷൂട്ട്. പങ്കജ് ത്രിപാഠിയുടെ ഒരു ഫസ്റ്റ് ഡേ, അതായത് ഐ ഡോണ്ട് നോ എനിബഡി ഓൺ സെറ്റ്. ഫസ്റ്റ് ഡേ ഞാൻ മേക്കപ്പ് ഇട്ട് ആ നേഴ്സിൻ്റെ ലുക്കൊക്കെ കഴിഞ്ഞ് ടെസ്റ്റൊക്കെ ചെയ്ത് ഫസ്റ്റ് സീനിൽ തന്നെ പങ്കജ് ത്രിപാഠി എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് ഞാൻ വീഴുന്ന ഷോട്ടാണ്. 2 പ്രാവശ്യം ഞാൻ തറയിൽ വീണു. നല്ല ബാക്കൊക്കെ വേനെടുത്തു. ബിക്കോസ് ആ ഫോഴ്സിൽ നമ്മൾ അറിയില്ലല്ലോ, സേഫായിട്ട് വീഴാനൊക്കെ നമ്മൾ മറക്കും, നമ്മളും അഭിനയിക്കുക. അത് കഴിഞ്ഞ് അവർ ബെഡൊക്കെ ഇട്ട് തന്നു. അപ്പോഴും I can't believe that I am acting with such big actors. Pankaj Tripathi എന്നൊക്കെ പറയുന്ന ഒരു subtle actors. And I was just learning. അതായത് എക്സ്പ്രസ് ചെയ്യരുതെന്ന് പറയും ചില സമയത്ത്, പറയും ജസ്റ്റ് തിങ്ക് ഇറ്റ്, ഡോണ്ട് ഷോ ഇറ്റ് എന്ന് പറയും. എക്സാക്ട്ലി, ജസ്റ്റ് തിങ്ക് ഇറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ, നമ്മളെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫീലിംഗ് നമ്മുടെ ഫീലിംഗ് ആയി.
ഈ ഒരു ട്രാൻസിഷനാണ് ഇപ്പോൾ എനിക്ക് മെല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സ്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനു കേരള എനിക്ക് മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും നല്ല ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ ആരും തന്നിട്ടില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറൊന്നുമല്ല, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ മെൽബേണിൽ മുണ്ടെടുത്ത് ഭസ്മക്കുറി ഇട്ട് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് മനു കേരള. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു ഡയലോഗ്, ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് മറ്റേ മാധവൻ ചെയ്തില്ലേ നലത ബേന്തി സിനിമയില്, ആ പെട്ടെന്ന് ആ ഒരു ഫീൽ കിട്ടി എനിക്ക്. എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഒരു ഫീലിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് വരും, ആ ഒരു സ്പേസ് വരും. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നീ ചോദിച്ച അതേ ചോദ്യം എന്റെ കൂടെ അഭിനയിച്ച നവാസ് ഈ ക്യാരക്ടറോട് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽബൺ സിറ്റിയിലൂടെ എല്ലാവരും ശരിക്കൊരു വെസ്റ്റേൺ ക്ലോത്ത്സ് ഇട്ട് നടക്കുമ്പോൾ ഞാൻ ജുബ്ബി മുണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നവാസ് ചോദിക്കുന്നുണ്ട്, അല്ലടാ അനക്ക് ഈ മെൽബൺ സിറ്റിയിലൂടെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ ചടപ്പൊന്നുമില്ലേ? എന്താ പറഞ്ഞത്? മറുപടി പറയുന്നത് വെച്ചാൽ, എടാ നിങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാരുടെ വേഷം ഇട്ടിട്ടല്ലോ നടക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് നടന്നു തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ നാട്ടിലെ വേഷം ഇട്ട് നടക്കുന്നു. ഇതുകൊണ്ടാണ് ഇയാൾ കേരള അവിടെ പരിപ്പോടിയും പഴംപൊരിയും മിക്കലാണ് ഇയാളുടെ മെയിൻ പരിപാടി. ഹീസ് ആൻ ഓന്ത്രപ്രണർ ദർ. കേരളീയൻ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരാണ്, അതാണ് പുള്ളിയുടെ വാലറ്റമായത്. ഹീസ് ആൻ ഓഫൻ. ഓക്കെ, ഞാനും പേളിയും ഇടയ്ക്ക് ഇതുപോലത്തെ കുറെ ചർച്ചകളിലേക്ക് പോകും. നമ്മൾ മൈക്രോ എക്സ്പ്രഷനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഓർമ്മയില്ലേ? ദേഷ്യം വരുമ്പം കണ്ണെങ്ങോട്ട് പോകും, ആലോചിക്കുമ്പോ കണ്ണെങ്ങോട്ട് പോകും. ആൻഡ് ഐ ഹാഡ് എ ഡയറി, റിമെമ്പർ? നമ്മൾ ഡീപ്പ് ഡാൻസ് കഴിഞ്ഞ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ. അതായത് ചിന്തിക്കുമ്പോ കണ്ണെങ്ങോട്ട് പോകും, സങ്കടം ഉത്തരം കണ്ടുപിടിച്ചെന്തറിയോ, നമുക്കിത് ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. ഇനി ബഗയും പഠിക്കാം. റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? റാപ്പിഡ് ഫയർ എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയണം, അധികം സമയം എടുക്കരുത്. ഓക്കെ, തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? വലുതാകും. എടാ നീ എന്റെ കൂടെ ഒക്കെ കുറെ നാൾ ഫ്രണ്ട്സ് ആയിരുന്നില്ല, ഇതൊക്കെ വേഗം പറയണം. ഇപ്പോഴും കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടിരിക്കണത്. അറിയില്ല? 6 തിരിച്ചിട്ട് 9 ആവും, അപ്പൊ വലുതായില്ലേ? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു പഴം. ഈ പഴം നമ്മുടെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കും. പഴം എന്ന് പറയുമ്പോ ഒരു ഫ്രൂട്ട്. ഏതാ ഫ്രൂട്ട്? നീ മെൽബണിലൊക്കെ പോയതല്ലേ, അതുകൊണ്ട് നേരത്തെ അറിഞ്ഞെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു സപ്പോട്ട. ഓക്കെ, കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ മാക്സിലുള്ളതാണിത്. ഈ ശരീരഭാഗം മാക്സിലുണ്ട്, 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? എന്തെങ്കിലുമൊക്കെ പറയോ, ഗസ് ചെയ്യ അറ്റ്ലീസ്റ്റ്. ക്ലൂ. നീ അതിലൊരു മഞ്ഞ കളറാണ് ഇപ്പൊ ഇന്ന് ഇട്ടിരിക്കുന്നത്. കാലും. കാല്. ഓ മലയാളം. ഒരെണ്ണം കൂടി ഉണ്ട്, അതേപോലെ ഒന്നും കൂടി ചിന്തിക്ക്. കയല്ല, ആഴ. ആരാ നിന്റെ ഇടുപ്പ്? ആരാ? നല്ല ഡ്രസ്സൊക്കെ ഇത് കേക്ക്. മുട്ടയിടാത്ത കിളി. മുട്ടയിടാത്ത കിളി. ഇതൊരു സ്പെഷ്യൽ ഒരു ക്വസ്റ്റ്യൻ വന്നതാ, നമ്മുടെ ഒരു സ്പെഷ്യൽ എഡിറ്ററിന്റെ ഒരു ക്വസ്റ്റ്യനാ. നീ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പാടില്ല, മാറി ചിന്തിക്കുക. ഈ സാധനം എനിക്ക് കിട്ടില്ല എപ്പോഴും, എല്ലാ ഇന്റർവ്യൂവിലും പോയിട്ട് ആരാ അങ്ങനെ അടിക്കുക? ഓ മറ്റേ കിളി, മറ്റേ ബസ്സിലെ ഇപ്പൊ ചെറുതായിട്ട് അതിലേക്ക് വരുന്നത്. 10 കൊല്ലത്തിന്റെ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുന്നതുമായ ആളാരാണ്? അതാരാണ്? തവ. സോറി, അടുത്തത് നല്ലതായിരിക്കും കേട്ടോ. എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. നാളെ. അതാണ് ആൻസർ. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഊണേതാ? ഇത് നിനക്ക് കിട്ടും. എന്നാ? കാർട്ടൂൺ. മാർക്ക് കിട്ടിട്ടോ. ഇത് മാർക്കൊക്കെ ഉണ്ട്. ഇതിനനുസരിച്ച് മാർക്കും ഗിഫ്റ്റും ഉണ്ട്. ഒരാള് ഒരു റോട്ടില് കള്ള് കുടിച്ചിട്ട് ഫിറ്റായിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് നടക്കുമായിരുന്നു. കഥ നീ ഒന്ന് ഇമാജിൻ ചെയ്യും. ഒരാളിങ്ങനെ കള്ള് കുടിച്ച് റോട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ലിഫ്റ്റും ചോദിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോൾ ദൂരേന്നൊരു ലോറി വരുന്നു. ആ ലോറീനെ കണ്ടപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു. ലിഫ്റ്റ് ചോദിച്ചപ്പം ആ ഡ്രൈവറും
കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലീഗൽ ക്വസ്റ്റ്യനാണ്. അപ്പം ഈ ഡ്രൈവറും ആ കള്ളു കുടിച്ച ആളും തമ്മിലൊരു ടോക്ക് നടന്നു. എനിക്ക് ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ ഡ്രൈവർ ഒരു കാര്യം ഇയാളോട് പറഞ്ഞു. എന്തായിരിക്കും ആ ഡ്രൈവർ പറഞ്ഞത്? പറയട്ടെ. അടിച്ചു കയറി വാ. ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ഇപ്പം ഉണ്ടാക്കിയതാ. എനിക്കിത് ഇതിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ തോന്നി. 2 പശുക്കൾ ഒരുമിച്ച് വരികയായിരുന്നു. 2 പശുക്കൾ, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. 2 പശുക്കൾ ഒരുമിച്ച് വരികയായിരുന്നു. അപ്പോൾ ഇടതുവശത്തു നിന്നും 2 ആടുകൾ നടന്നു വരുന്നു, വലതുവശത്തു നിന്ന് 2 താറാവുകൾ നടന്നു വരുന്നു, വടക്ക് ഭാഗത്തു നിന്ന് നോക്കി കോഴികൾ നടന്നു വരുന്നു, കിഴക്ക് ഭാഗത്തു നിന്ന് ഉറുമ്പുകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ആദ്യത്തെ പശു, 2 പശുവിൽ ആദ്യത്തെ പശു മറ്റേ പശുവിൻ്റെ അടുത്ത് എന്തായിരിക്കും പറഞ്ഞത്? എനിക്ക് പേടിയാവുന്നു. അല്ല, അതെന്റെ കാര്യം പറഞ്ഞോ. ഇത് ഭയങ്കര ക്വസ്റ്റ്യനാണ്. ഇത് കുറച്ച് നീ തിങ്ക് ചെയ്യണം. ബാക്കിയൊക്കെ തിങ്ക് ചെയ്തിട്ട് കിട്ടിയത് പോലെയാണ്. തിങ്ക് ചെയ്യണത് നിങ്ങൾക്ക് കിട്ടിയോ ഗൈസ്? ഇറ്റ്സ് എ വെരി വെരി ഇന്റൻസ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അതാണ് ആൻസർ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചത്. തണുപ്പ് വരെ പോയോ? നീ ഇങ്ങനെയാണ് ജീവിച്ചു പോകുന്നില്ലേ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതാണ് ആ പശു. ഇത് കിഴക്കുന്നു മടക്കുന്നൊന്നുമല്ല, മേലത് ബഹിരാകാശത്ത്. പക്ഷെ ഞാൻ നിനക്ക് മാർക്ക് തരുമായിരുന്നു. നിന്ന് പറഞ്ഞിരുന്നെങ്കിലും നിനക്ക് ഞാൻ മാർക്ക് തന്നേനെ. അത് കറക്റ്റാ. പശു അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തായാലും കുഴപ്പമില്ലടാ, നല്ലൊരു 2 മാർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. സമ്മാനം ഇനി ഒരു ഗെയിം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഗെയിം എന്താന്ന് വെച്ചാല്, ആ ഗെയിം അവിടെ കിട്ടെ വീണ്ടും മനോരാജ്യം. അപ്പൊ നമ്മളുടെ പ്രൊഡ്യൂസർ വല്ലതും പറഞ്ഞു. എടാ എപ്പോഴെങ്കിലൊക്കെയാടാ ഒരു മലയാള സിനിമ. ശരി ശരി. ഓക്കേ, ഹൗ വാസ് ഇറ്റ് ഷൂട്ടിംഗ് ഇൻ മെൽബൺ? മെൽബൺ പോലെയുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവിടുത്തെ വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്ന് വെച്ചാൽ ആളുകൾ, അവിടുത്തെ ഒരു മിനിമം വേജ് ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏറ്റവും മിനിമൽ ജോബിന് പോലും ഒരു 4-5 മണിക്കൂറിന് ഒരു 25,000 റുപ്പീസിൻ്റെ അടുത്ത് ബേസിക് പെർ ഡേ കൊടുക്കണം. ലൈക്ക് 4 to 5 hours അവർ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ 6 hours വർക്ക് ചെയ്യുള്ളൂ. നമ്മളറിയാലോ നമ്മുടെ മലയാള സിനിമയുടെ ചാർട്ടിങ് എങ്ങനെയാണ്. 12 മണിക്കൂറും 14 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്യുക. നമ്മളുടെ ഗുണം എന്താ വെച്ചാൽ വി ഹാഡ് എ ബ്യൂട്ടിഫുൾ ടീം ഇൻ മെൽബൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന കുറേ മലയാളികളുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു ബേസിക് ടെക്നീഷ്യൻ കുറേ പേരെ കൊണ്ടുപോയി, ഒരു 10-15 പേരെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് അവിടുന്ന് ഇവരെല്ലാവരും അവരുടെ ലോസ് ഓഫ് പെയിൽ തന്നെ അവർ വന്ന് കട്ടക്ക് നിന്ന് അവർക്കൊരു ഗംഭീര കൈയടി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എല്ലാവരും അവിടുത്തെ പ്രൊഡ്യൂസർ അനസും കോ പ്രൊഡ്യൂസർ രശ്മി ചേച്ചി മുതലുള്ള നമ്മുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ഫുൾ മെൽബേണിലുള്ള ഗ്യാങ് അവരുള്ളത് കൊണ്ടാണ് ഈ സിനിമ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതൊരു മെൽബേൺ മൂവി തന്നെയാണ് അവരുടെ സിനിമ. ഇത് ശരിക്കും മെൽബേണിൽ നടക്കുന്ന, കാരണം മനു കേരളീയന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് മെൽബേണിൽ പഠിക്കാൻ പോയിട്ട് സ്റ്റുഡൻറ് വിസയിൽ പോയിട്ട് അവിടെ സെറ്റിലായി, പിന്നെ അവിടെ ഒരു ഓൺട്രപ്രണറായി മാറി. ആൻഡ് ഹീസ് ട്രൈങ് ടു സ്പ്രെഡ് കേരള കൾച്ചർ. നീ കഥ പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അത് കുഴപ്പമില്ല, മെയിൻ ത്രെഡ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ പ്രശ്നം എനിക്ക്. ഇത് ക്യാമറ ഉണ്ടെന്ന് മറക്കരുത്. അല്ല, അത് മറക്കൂല. നീ ഇവിടെ ഓർമ്മ. ഇനി മറ്റേ പാട്ട് ഇനി ഒന്ന് പാടിക്കേ. അനുരാഗം ഹൃദിമോഹം അകതാരിൽ വിരിയാൻ അലയായി നീയൻ അരികിൽ വരുമോ. ഇനി ഇതാണ് പാടിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. പുതിയ ആളാണ് മ്യൂസിക് ഡയറക്ടർ നിഖിൽ സാൻ എന്നാണ്. നീ എൻ്റെ യൂട്യൂബുകൾ കാണാൻ. നിഖിൽ സാൻ ഞാൻ എപ്പോഴും യൂട്യൂബില് വ്ളോഗുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. അവന്റെ ഫസ്റ്റ് എൻട്രി ആണ്. നീലാകാഗ്രത അവനാണ് സെറ്റ്. ആ പാട്ടൊന്ന് പാടിക്കേ. നിലൂന് വേണ്ടി GP പാടിയ പാട്ട് അതും കൂടി അത് നീ പറഞ്ഞത് ഞാൻ പ്രാക്ടീസ് പാടിന മൂടായത്. അതോ പോകിன்றது താരരാര മഴയെ കേട്ടിക്കൊള്ളുങ്ക ഇതോ കേൾക്കിன்றது കുയിലിൻ പാടൽ. അത് കുട്ടികൾക്ക് പാടി കൊടുക്കുന്ന ഒരു ലിറിക്സും കൂടിയാണ്.
അതിന്റെ ആക്ച്വൽ ലിറിക്സ് കുറച്ച് സാഡാ. അതെ. പക്ഷെ this version is about fun very version. positive ആണ്. Yes. You were trending number 1 in that. അത് പിന്നെ നീലയെ കുറിച്ച് അന്ന് എന്ത് ചെയ്താലും അത് ഞാൻ എഴുതില്ല. നീലയെ കുറിച്ച് എന്ത് ചെയ്താലും. Tell me about your YouTube channel, because YouTube എങ്ങനെയാ തുടങ്ങിയത്? ജാനുവരി 2020 അല വൈകുണ്ഠപുരമിൽ റിലീസ് ചെയ്യുന്നത്. ജാനുവരി 12th. ഫെബ്രുവരിയിൽ എനിക്ക് 3 തെലുങ്ക് ഓഫർ വന്നു. മാർച്ച് 22 ലോക്ക്ഡൗൺ വന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്കൊരു ഇങ്ങനൊരു ബ്രേക്ക് കിട്ടി. ഫസ്റ്റ് ടൈമാണ് എനിക്ക് 3 സിനിമ ഓഫേഴ്സ് വരുന്നത്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. ബാക്ക് ടു ബാക്ക് ഓഫേഴ്സ്. പക്ഷെ അത് ഭൂം എന്ന് പറഞ്ഞ് വെള്ളത്ത് വരച്ച പോലെ പോയി. അതിൽ ഒരെണ്ണം ഒരെണ്ണം അവർ ചെയ്തു അതെന്നെ വെച്ചിട്ടല്ല, ബാക്കി 2 പടയെ നടന്നില്ല. കാരണം എന്താ വെച്ചാൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. നമ്മൾ ഹൈദരാബാദ് പോയാൽ 14 ദിവസം ക്വാറന്റൈൻ, തിരിച്ച് പട്ടാമ്പിയിൽ വന്ന 14 ദിവസം ക്വാറന്റൈൻ, ആൻഡ് ഐ ഹാഡ് ടു കീപ് ഷട്ടിലിംഗ്. So you couldn't do anything about get any mileage out of that film. മൈലേജ് കിട്ടി എനിക്ക്. എന്ന് വെച്ചാൽ അന്ന് കിട്ടിയ 3 സിനിമ പോലെ പിന്നെ കിട്ടില്ല. ഐ ഗോട്ട് ബംഗാരാജു നെക്സ്റ്റ്, വിച്ച് അഗെയിൻ വാസ് എ വെരി ഗുഡ് ഫിലിം. 100 crore ക്ലബിൽ കയറിയ സിനിമയാണ്. നാഗാർജുന ഗാരു, നാഗചൈതന്യ, കൃതി ഷെട്ടി ഒക്കെ ഉള്ള വലിയ സിനിമയിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് കിട്ടിയ ഒരു ഫിലിമാണ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് 2 മാസം ഞാൻ വീട്ടിലിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ there is lot of negative emotion coming in. കാരണം ഒന്ന് ഞാനൊരു എന്റർടൈനറാ. ടെലിവിഷൻ ഇല്ല, സിനിമ ഇല്ല, പരസ്യമില്ല. ഞാനാണെങ്കിൽ വെറുതെ ഇരിക്കാത്തൊരു മനുഷ്യനാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. വേറെ ഐ വോണ്ടഡ് ടു എൻഗേജ് മൈസെൽഫ് ആയിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി സിനിമ കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് യൂട്യൂബ് വ്യൂസ് കിട്ടാന്ന്. മെല്ലെ പിന്നെ നമുക്കറിയാലോ അതൊരു ചാലഞ്ചായി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ എക്സൈറ്റഡ് ആവും. അങ്ങനെ വിടാതെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ വ്യൂസ് വരാൻ തുടങ്ങി. GP സ്റ്റോറീസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ കുറച്ചൊക്കെ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് യു ഓൾറെഡി ഹാഡ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ആ സമയത്ത്. ആക്ച്വലി ഞങ്ങളും തുടങ്ങിയത് നമ്മുടെ ലോക്ക്ഡൌൺ ടൈം. അതെ, പക്ഷെ നിനക്ക് ഓൾറെഡി ചാനൽ ഉണ്ടായിരുന്നു. നീ പേർലിഷ് വെബ് സീരീസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിനക്കൊരു മൈലേജ് ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ ചാനൽ അടുത്ത ലെവൽ ആവുന്നത് ഈ പറയുന്ന പോലെ അവസ്ഥയിലാണ്. അപ്പൊ ആ സമയത്താണ്. അപ്പൊ എന്താ വെച്ചാൽ നിന്റെ ചില വ്ളോഗ്സ് ഇതൊക്കെ എനിക്കിതെല്ലാം ഇൻസ്പിറേഷൻ ആയിരുന്നു. ബട്ട് ദെൻ ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് വിത്ത് ഫ്രണ്ട്സ്. അതൊരു തവണ വർക്കായപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ്. പക്ഷെ വീണ്ടും സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചാലഞ്ചാണല്ലോ നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ മുതൽ കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തു ഇനി ഡെയിലി കണ്ടന്റ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഞാൻ 100 ദിവസം മുടങ്ങാതെ ഡെയിലി വ്ളോഗ്സ് ചെയ്തു. അപ്പോഴാണ് ശരിക്കും ചാനൽ അനങ്ങി തുടങ്ങിയത്. ദെൻ പക്ഷെ അതൊരു ഹോബി ആയിരുന്നു. നൗ ഡേയ്സ് ഐ ഡോണ്ട് ഡു ഇറ്റ്. എന്നെ ശ്രീനി വിളിച്ചിട്ട് എപ്പോഴും ഉപദേശിക്കും, വിടരുത് യൂട്യൂബ് ചാനൽ വിടരുത്. കല്യാണത്തിൻ്റെ കണ്ടന്റ് ഒക്കെ ട്രെൻഡിങ്ങിലായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എനർജി ഫോർ ഇറ്റ്. ഇപ്പം നിനക്ക് ഇത്രയും വലിയ സന്നാഹമുണ്ട്, യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. ഇവരെപ്പോഴാ വന്നത്? അല്ല അതെ, ഞാൻ തനിയെ എഡിറ്റ് ചെയ്യുമായിരുന്നു. അല്ല ഞാൻ എന്താ അറിയോ, ഈ മൾട്ടിപ്പിൾ പരിപാടി നോക്കുമ്പോൾ ഇത് നടക്കില്ല. അപ്പൊ തെലുങ്ക് പടം അപ്പുറത്ത് പോയി ചെയ്യണം, ഇപ്പുറത്ത് പരസ്യങ്ങളിൽ അഭിനയിക്കണം, ഇപ്പുറത്ത് വേറെ ബ്രാൻഡ് പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി സ്ട്രെനവസ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂ സ്പേസിലേക്ക് എത്തണമെങ്കിൽ ഐ ഹാവ് ടു പുട്ട് ഇൻ ഫുൾ ടൈം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഞാൻ പോയിട്ട് ഒരു ദിവസത്തെ ഒരു ആഡ് ചെയ്യുന്ന. അപ്പോൾ ഇപ്പം ഞാൻ ആക്ടിംഗ് ആണ്. ഇത് ചിലപ്പോൾ നാളെ അത് മാറിയേക്കാം. എനിക്ക് പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ആങ്കറിങ് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിട്ട് അതും ഐ വോണ്ട് ബി മൈ സെൽഫ്. ഐ ഫീൽ ലൈക്ക് യൂട്യൂബ് ഇസ് മൈ സ്പേസ്. അതിലൊരു സംശയം, യൂട്യൂബിൽ എനിക്ക് കിട്ടുന്ന ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ഇപ്പൊ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യില്ലേ, ആ ഒരു ഇത് വേറെ എവിടെയും. 2014 യൂട്യൂബ് ഇല്ലാത്ത സമയത്ത് പേളി മാനി എന്നൊരു വ്യക്തി പേളി മാനി ആവാത്തൊരു സമയത്ത് ആളുകൾ ഇവളെ തിരിച്ചറിയാത്ത സമയത്ത് ഇവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ആവേണ്ടത് ചോദിച്ചപ്പോൾ എനിക്ക് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരെ ഹാപ്പി ആക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. എൻ്റെ അച്ഛൻ ചെയ്യുന്നത് എനിക്ക് ലാർജർ സ്കെയിലിൽ ചെയ്യണം. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഒരാളും പറയാത്തൊരു സംഭവമാണ്. ഒന്നാമത് പേളി ഭയങ്കര അൺഅസ്യൂമിംഗ് ആണ്. കാരണം പേളിനെ കാണുമ്പോൾ ഉള്ള ലുക്ക്, ആദ്യമായിട്ട് ഒരാൾ പേളിനെ കാണുമ്പോഴും പേളിയുടെ ക്യാരക്ടറും തമ്മിൽ ഇങ്ങനെയുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കൂല എന്ന് വെച്ചാൽ നീ ഒരു മൊത്തത്തിലുള്ള നിന്റെ രീതിയൊക്കെ വെച്ചിട്ട് ഭയങ്കര അപ്രോച്ചബിൾ സ്പേസ് അല്ല. ഇപ്പം ആൾക്കാർക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ ആദ്യമായിട്ട് കാണുമ്പോൾ നീ ഭയങ്കര യോയോ നിന്റേതായിട്ടുള്ള ഒരു ലോകത്തിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്. പക്ഷെ യു ആർ വെരി സിമ്പിൾ, വെരി സ്വീറ്റ് അറ്റ് ഹാർട്ട്, അങ്ങനത്തെ ഒരു പിന്നെ കുറേ മണ്ടത്തരം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാളാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അല്ല അത് സത്യസത്യം ഒന്നെങ്കിൽ നമ്മൾ നുണ പറയണം, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി സത്യം പറയണം. ഇതിന്റെ ഇടയിൽ നിൽക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പറയണം. അവർക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊന്ന് പുതുതായിട്ട് ഓഡിയൻസിന്റെ അടുത്ത് പറയുന്ന പോലെ അവളുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നു മേളി എനിക്ക് മണ്ടത്തരണ്ടെന്ന് ലോകത്തിൽ അറിയാത്ത പോലെ. എടാ ഈ എപ്പിസോഡ് ആ കണ്ടോണ്ട് നീ കണ്ടോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഇന്ന് എനിക്ക് ഫുൾ അവള് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നു. അതായത് ഈ മേക്കപ്പ് അല്ല, ഇതിനു മുമ്പ് ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു. എന്റെ ദൈവം, ശ്രീനി പറഞ്ഞ അടുത്ത എപ്പിസോഡ് മേക്കപ്പ് അവള്. അങ്ങനെ വേണടാ, ഞാൻ വന്നിരുന്നപ്പോ നീ എനിക്ക് മേക്കപ്പ് ഇട്ടുന്നില്ല. ഇവിടെ വന്ന് കയറിയ സമയത്തുണ്ടല്ലോ ഇവള് എന്നെ പിടിച്ചിരുത്തിയിട്ട് എക്സൈറ്റ്മെന്റ് വരെ മേക്കപ്പ്, എന്നിട്ട് ഇപ്പൊ നീലുവിനെ കുറ്റം പറയുന്നു. ഇല്ല, ഞാൻ നല്ല മേക്കപ്പ് അല്ലേ ചെയ്തു തന്നത്. ഞാൻ പുതിയ പ്രോഡക്റ്റ് പറഞ്ഞു തന്നില്ലേ. ഇപ്പോഴും ഇവൻ ആ ഡീപ്പ് ഡാൻസ് തൊട്ട് അതേ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കണം. അത് എക്സ്പയറി ആയി, പുതിയ സാധനം വാങ്ങിക്കാൻ പറഞ്ഞത്. താടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവന്റെ ആ പ്രോഡക്റ്റ് എത്ര വാങ്ങിച്ചിട്ട് തീരുന്നില്ല. എവിടെയെങ്കിലും ഇടണ്ടേ, നോക്കുമ്പോ ഇത്രേ ഉള്ളൂ മേക്കപ്പ് ഇട്ടിട്ട്. അപ്പൊ 2016 തൊട്ട് അവനൊരു മേക്കപ്പ് വാങ്ങിച്ചു, ഇപ്പോഴും അത് എടുപ്പുണ്ട്. നമുക്ക് ഇതാണ് എന്റെ അടുത്ത ഗെയിം. അതായത് ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ ഈ 3 പേരിൽ ഏതെങ്കിലും ഒരാൾ വിളിക്കണം. അയാൾ വിളിച്ച് എടുക്കുകയാണെങ്കിൽ നിനക്ക് ഇന്നൊരു ഹാമ്പർ ഉണ്ട്, എൻഡിലെ തരൂ ഹാമ്പർ. പക്ഷെ ഈ 3 പേരിൽ ആരാണ് എടുക്കുക നിനക്ക് കോൺഫിഡൻസ് ഉള്ള അയാളെ വേണം വിളിക്കാൻ. 1 പ്രസന്ന മാസ്റ്റർ, 2 നീരവ് ജി, 3 പ്രിയാമണി. പ്രസന്ന മാസ്റ്റർ ഫോൺ എടുക്കാൻ സാധ്യത, അത് ലൗഡ് സ്പീക്കറിൽ ഇടണം. ഓക്കെ, അപ്പം ആരെയാ വിളിക്കാൻ പോണത്? പ്രസന്ന മാസ്റ്റർ ആണ് ഫോൺ എടുക്കാൻ പെട്ടെന്ന് സാധ്യത. ബിസി ആഹ ഉള്ളത് അത് നമ്മുടെ കുഴപ്പമില്ല, അത് നമ്മുടെ ഫോൺ എടുക്കണം. ബിസി ആയിരിക്കുമ്പോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടോ നോക്ക്. വെയിറ്റ് ഇല്ലടാ, ഇത് കോൾ വെയിറ്റിംഗ് അല്ല. കോൾ വെയിറ്റിംഗ് പോലും കിട്ടുന്നത് എനിക്ക് മാത്രമായിട്ട് കോൾ വെയിറ്റിംഗ് ഇടാൻ പറ്റുമോ? ഇടയിൽ കൂടെ പറ്റും എനിക്ക്. ഓക്കെ, പ്രിയാജീനെ വിളിച്ചു നോക്ക്. മൊത്തത്തിൽ പണിയാണല്ലോ. ഇനി നീരവോ? നമുക്ക് പ്രശ്ന മാസ്റ്റർ ഒന്നുകൂടെ വിളിക്കാം. മിക്കവാറും പുള്ളി ഷൂട്ടിലായിരിക്കും. ദൈവമേ, പുള്ളി ഫോൺ എടുക്കണ്ടല്ലോ. പ്രസന്ന മാസ്റ്റർ എങ്ങനെ ആയിരിക്കും? അങ്ങനെയൊന്നല്ല മാസ്റ്റർ, നാടൻ കെടുത്തല്ല മാസ്റ്റർ, ഫോൺ എടുക്കും മാസ്റ്റർ. അപ്പൊ സൈഡിൽ നിന്നുള്ള ആള് ആരാ എടുക്ക്, കട്ട് ചെയ്യണ്ട, അടിച്ചിട്ട് തനിയെ നിന്നോളൂ. അപ്പൊ ഇയാള് തിരിച്ചു വിളിക്കട്ടെ, ഞാൻ കൊടുക്കൂല. ഒരു കാര്യം ചെയ്യും, നിനക്ക് അല്ലു അർജുൻ ഒന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് പറയാലോ, എന്റെ ഷോയിൽ വന്നിട്ടുണ്ടെന്ന് ഒച്ച വിളിച്ച. എനിക്ക് വേണ്ടി പ്ലീസ് 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 ഗൈസ് പ്ലീസ് അല്ലു അർജുനെ വിളിക്കാം. ഓൾറെഡി ഇതാ കീറിയിരിക്കുന്ന ജീൻസ് ആരോ മാന്തി പറിച്ചിട്ട്. അല്ലു അർജുൻ നിന്റെ നമ്പർ ഇല്ലല്ലേ? നമ്പർ ഇല്ല. ചേട്ടാ നമ്പർ ഉണ്ടോ അവന്റെ? ഉണ്ട്. എടാ ഒന്ന് വിളിക്കടാ, ഒന്ന് വിളിക്കാം. അതിന് പറഞ്ഞ കൈ തട്ടി അറിയാണ്ട് വിളിച്ചതാ. ഒരു ആവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കുന്ന പ്ലീസ്. ഇപ്പോഴൊക്കെ ഒരു ആവശ്യത്തിന് വിളിച്ച റെസ്പോണ്ടെങ്കിലും ചെയ്യുന്നുണ്ട്, നീ അതില്ലാതാക്കരുത് പ്ലീസ്. ഞാൻ സിനിമയെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കട്ട് ചെയ്തോളാം. നീ അല്ലു അർജുൻ കല്യാണത്തിന് അയച്ച മെസ്സേജ് കാണിച്ചുതരാം. വേണ്ട നീ ഒന്ന് അല്ലു അർജുൻ നമ്പർ ഒന്ന് കാണിച്ചേ. അത് എങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന? അല്ലു അർജുന്റെ പേര് അല്ലു അർജുൻ തന്നെ, അങ്ങനെ തന്നെ ആക്ടർ അല്ലു അർജുൻ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഫോണിൽ സൈമയിലും അല്ലു ദ വേ ഹി ഇന്ററാക്ടഡ് വിത്ത് മീ നീ കണ്ടല്ലോ. അതെ, പുള്ളി ഇന്നും മീൻസ് അത് പിന്നെ അറ്റ്ലീസ്റ്റ് സിനിമ കഴിഞ്ഞ് അവാർഡ് വാങ്ങാൻ വരുന്ന സമയത്താണ് എന്തെങ്കിലും വിചാരിക്കാം. എന്നിട്ടേ ഈ ഇവനുണ്ടല്ലോ, അതായത് ഞാനും GP ഒരുമിച്ച് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുക ആ സൈമയില്. അപ്പൊ അലാ വൈകുണ്ഠപുരമുലുവിന് അവാർഡ് കിട്ടി, മറ്റേ പൂജ ഹെഗഡെയൊക്കെ പോകുന്നു. പെട്ടെന്ന് GPയെ കാണാനില്ല. ഞാൻ നോക്കുമ്പോൾ GP ഈ വഴി ഇറങ്ങി അവിടെ പോയിരിക്കുന്നു, ഇവിടെ മുമ്പിലെ സീറ്റിൽ പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്താ അവിടെ? അല്ല ഞാനും ഇവന്റെ കൂടെ കയറാൻ പോകുന്നു. നിന്നെ ആരെങ്കിലും വിളിച്ചോ? ഞാനും പോയി. എന്നിട്ട് അവൻ ഓടിക്കേറി. അപ്പോഴും ഭാഗ്യത്തിന് അല്ലു അർജുൻ വന്ന് കെട്ടിപ്പിടിച്ചു, ഇല്ലെങ്കിൽ നാറിപ്പോയാന്. അല്ലു അർജുൻ രക്ഷിച്ചു. ഇതുകൊണ്ടാ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരരുത് എന്ന് പറയുന്നത്. കിട്ടിയില്ല. എന്നിട്ട് അല്ലു അർജുൻ എങ്ങനെയാണെന്ന് അറിയാം. നീ ഇവിടെ നിൽക്കി, അല്ലു അർജുൻ കാണിച്ചു തരാം. സ്റ്റേജിൽ നിന്ന് ഓടി വരാ കേട്ടോ GP. ഹലോ ഞാൻ അപ്പൊ ആദ്യം ചോദിച്ചേ ഓട്ടോഗ്രാഫ് വേണോന്ന്. അല്ല GP ഇങ്ങനെ ഞാനായിട്ട് വരാം. ബണ്ണി സത്യം ഇതായിരുന്നു. ഞാനല്ലേ അവിടെ ലൈവായിട്ട് നിന്നത്. ഞാൻ അവിടെ പോഡിയത്തിൽ നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. ഞാനവിടെ പോഡിയത്തിൽ നിൽപ്പുണ്ടായിരുന്നു. എന്റെ വയർ ഇടിച്ച് എങ്ങനെ കുറെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവൻ അവാർഡ് തരുന്നു. അതായത്
ഇവിടെ ഡയറക്ടർ ബാക്കി പൂജ ഹെഗഡയുടെ അടുത്ത് നിൽക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. നടന്നില്ല. അപ്പൊ പൂജയുടെ നടുക്ക് നിൽക്കുക. ഇവൻ എന്നിട്ട് എവിടെ എത്തി? നീ സൈഡായിരുന്നോ? ആ എന്നിട്ട് ഇവൻ വന്നു. അപ്പൊ അവാർഡ് കിട്ടുന്ന സമയത്ത് ഇവനും ഭയങ്കരമായിട്ട് എടുത്തു ചാടി. എടാ എന്റെ സിനിമ, ആദ്യ സിനിമ, നീ അത് മനസ്സിലായി. എടാ നീ യുവർ നെഗറ്റീവ് റോൾ. ഇനി അവിടെ നെഗറ്റീവ് റോൾ പോസിറ്റീവ് റോൾ ഒന്നുമില്ല, നമ്മുടെ സിനിമയാണത്, അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ പാവം കേട്ടോ, എനിക്ക് ഒരു കൊച്ച് ലോലിപോപ്പ് കിട്ടിയ കൊച്ച് ഇങ്ങനെ ഓടി പോകുന്ന പോലെ ഓടുന്നുണ്ട്. അത് സത്യമാണ്. ഇനി ഞാൻ ഒരു സത്യം കൂടി പറയട്ടെ. ആ ഫോൺ നമ്പർ അല്ലു അർജുൻ ഇട്ടിരിക്കുന്ന ആരാന്നറിയോ? ഗോപികയുടെ നമ്പർ. മേക്കപ്പ് ചെയ്യുമ്പോഴും അല്ലു അർജുൻ വിളിക്കണമെന്ന്. അല്ലു ആ ഞാൻ കഴിച്ചെന്ന്. സത്യല്ലേ? വേറെ പറ്റിച്ചോ? അപ്പൊ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും എന്നെ വിളിക്കണം എന്ന് കാണിക്കാൻ ഭാര്യയോ ഭർത്താവിന്റെ നമ്പർ അങ്ങനെ സേവ് ചെയ്താൽ മതി. ഏത് നേരം 24 മണിക്കൂർ അല്ലൂടെ ഫോൺ. മര്യാദയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ ഇത്രയും ഞാൻ എത്തിയാ മെസ്സേജ് അയക്കണേ എന്ന് വരെ ചേട്ടാ അറിയിക്കണം. ലാസ്റ്റ് അയച്ചത് ചേട്ടാ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്നാന്ന് അല്ലു. അല്ല പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇത് അല്ല പുള്ളിയെ കുറിച്ച് പറയണം നമ്മള്. അയ്യോ പുള്ളിനെ കുറിച്ച് പറഞ്ഞു. പുള്ളിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ നീ പറഞ്ഞിട്ടാണോ ഞാൻ നമ്പർ അല്ലെന്നേ ഉള്ളൂ. ഞാൻ അല്ലുടെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കൊക്കെ മുമ്പ് ഞാൻ അല്ലു ഫാനാ. ഓക്കെ, ഡീപ്പോ ഡാൻസിൽ ഞാൻ അല്ലു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? എടാ ഡീഫോ ഡാൻസിൽ നമ്മൾ മോനിഷയുടെ അടുത്ത് പറഞ്ഞു ഓർക്കണ്ട. നിനക്ക് ആ മൊമെന്റ് ഓർമ്മയുണ്ടോ? മോനിഷയുടെ ഡാൻസ് പെർഫോമൻസ് ആണ്. മോനിഷ അല്ലു അർജുൻ മോനിഷനെ വിളിച്ചേ ഉണ്ടല്ലേ, നമ്പർ ഉണ്ടല്ലേ. ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേറ്റ് ആയ കുട്ടികളിലേക്ക് ആ എന്റെ ഇപ്പൊ യമുനയുടെ നമ്പർ മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. നിനക്ക് കഴിവില്ലാത്ത എന്റെ കുഴപ്പമാണോ? ഗോപു, ഞാനൊരു റീല് കണ്ട് ഗോപിക ഇവിടെ ഇരിക്കുന്നു, വേറൊരു കുട്ടി ഇവിടെ ഇരിക്കുന്നു. എന്റെ ഭർത്താവൊക്കെ നേരെ വന്ന് എന്റെ കവിളില ഇങ്ങനെ ചെയ്യാ. ഇത് ഓടിപ്പോയി മറ്റേ കുട്ടിയുടെ കവിള. അപ്പൊ ഗോപിക എടാ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരണം, മനസ്സിലായോ? വേണു അതുപോലെ പറ്റില്ല ഇനി, മനസ്സിലായോ? ശിവനെ പോലെ ആവണം. ഞാൻ പാതി കല്യാണം കഴിഞ്ഞ എന്തൊക്കെ മാറ്റം വന്നു? ഇതൊക്കെ തന്നെ. ശ്രീനിയനെ പോലെ ഒരു ഭർത്താവ് കിട്ടിയതുകൊണ്ട് ഒട്ടും മാറിയില്ലെന്ന് മാത്രമല്ല കുറച്ചും കൂടി വേഴ്സായി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ശ്രീയുടെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ശ്രീനിയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചോണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നത് ശ്രീനിയാണ്. ശ്രീനി പറയാം ഇതെങ്ങനെ കട്ട് ചെയ്യുന്ന അറിയാണ്ട് സനൽ ഇപ്പൊ വീട്ടിൽ നിന്ന് പോയി അവിടെ കത്തി വാങ്ങിക്കാൻ പോയി. ഇനി ഇതെങ്ങനെ സവാള ഇത് എഡിറ്റ് ചെയ്യാൻ 3 എപ്പിസോഡ് ഇടുവോ? എനിക്ക് ഇറങ്ങണം. ഇത് ഞാൻ ഒരു പരമ്പരയായിട്ട് വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യാം. പേളി GP ടോക്സ് അങ്ങനെ ഒരു കാര്യം ചെയ്താലോ? എനിക്കാണെങ്കിൽ കുറച്ച് വീട് വാടക പിന്നെ ഇതിന്റെ വാടക ഇതൊക്കെ ആ യൂട്യൂബ് ചാനൽ അടച്ചു വെക്കുള്ളൂ. ആ ഇങ്ങനെ എപ്പിസോഡ് ഡെയിലി. ഞാൻ ജീവിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്ന ഞാൻ ഈ 10 കൊല്ലം ഉണ്ടാക്കിയ ഇമേജ് ഒരേ എപ്പിസോഡ് കൊണ്ട് എല്ലാം പോയി കഴിഞ്ഞ്. എന്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം ചാനലിലെ ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ ഇമേജ് പോകാൻ കാരണം നീ ആങ്കർ ചെയ്തല്ല, എന്റെ കൂടെ ആങ്കർ ചെയ്തോണ്ടാ. അല്ല ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കൾ വേണ്ടാന്ന്. കണ്ണാടി പോയാ മുന്നാടി വേണം. അല്ല അല്ലല്ല, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട, കണ്ണാടി പോയാൽ മുന്നാടി വരണം. എന്തോ അല്ല ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാനൊരു കമന്റ് വായിച്ചു, ഒരു ഫാൻ കമന്റ് ആണ്. മഞ്ജുഷ എന്ന് പറഞ്ഞൊരു കുട്ടി കമന്റ് ചെയ്തതാണ്. എല്ലാം ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആണ്. ഇല്ല അങ്ങനല്ല, ഈ കുട്ടി ഭയങ്കര ക്രിട്ടിക്കലായിട്ട് കമന്റ് ചെയ്യുന്നത്. ആ കുട്ടി കമന്റ് ചെയ്തെന്താ വെച്ചാൽ പണ്ടത്തെ GP ചേട്ടന് ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല, GP ചേട്ടൻ ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആയിരുന്നു. ഇപ്പൊ GP ചേട്ടൻ ആ വൈബല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആ കുട്ടി പറഞ്ഞത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചു. ഞാൻ കമന്റിന് റെസ്പോൺസ് ഒന്നും കൊടുത്തില്ല, പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു ആം ഐ ലൈക്ക് ദാറ്റ് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് അതിനുള്ളൊരു അവസരം പിന്നെ വന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ബാക്ക് ടു നോർമൽ. നമ്മൾ എന്താ സംസാരിച്ചോണ്ടിരുന്നിരുന്നു? നിനക്കിപ്പോ സമാധാനം? നിനക്ക് ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ ഞാൻ എന്റെ ഷോയിൽ വരുന്നില്ല? ഇപ്പൊ പട്ടി ഷോ ആയി.
ഇനി നീ ഇതും പറഞ്ഞു മനസ്സിലായത് ഇവൻ ഇവിടെ വന്നത് അല്ലു അർജുന്റെ ഫ്രണ്ടാന്നൊക്കെ ഒന്ന് പറയാനൊക്കെ കേട്ടോ. പിന്നെ നീ പറഞ്ഞിട്ട് വേണല്ലോ അല്ലു അർജുന, എന്നിട്ട് നീ കാണിച്ചതോ? ഇത്രയും കാലം ആൾക്കാർക്ക് ഒരു വിലയുണ്ടായിരുന്നു. ഇത്രയും കാലം അത് അങ്ങനെയായിരുന്നു. പിന്നെ എന്തൊക്കെയോ നീ ഇടയായിട്ട് ജാട കാണിക്കുന്നുണ്ട് കല്യാണം കഴിച്ചതിന്റെ. ഇതിപ്പോ എങ്ങനെയുണ്ട്? കല്യാണം കഴിക്കുന്നത് ജാടയാണോ? ആ പിന്നെ ചിലവർക്ക് കല്യാണം കഴിയുന്നത് വലിയ കാര്യം. ഒരു സാധനം ഞങ്ങൾ വെട്ടിയൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടി? ഇവിടെ ഒരു AI ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഇതാരാ ഇത്? ഞാനാ. ഇതാരാ ഇത്? ഇത് നീ. AI ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ ആൻസർ പറയണം. ഇതിൽ ആരാണ് ഈ AI പറയാം? ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ചോദ്യങ്ങൾ, അവർക്കേ അറിയൂ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ വെൽക്കം ടു ദ AI റൗണ്ട്. സെറ്റിൽ ഏറ്റവും വൈകി വരുന്നത് ആരാണ്? ഇല്ല, ആക്ച്വലി അതിലൊരു സംശയം വേണ്ട. ഞാനൊരു 4-5 എപ്പിസോഡ് ഒറ്റയ്ക്ക് ഹോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ട്. ആക്ച്വലി എന്താ പറയാ, ഞാനായിരിക്കും ഫസ്റ്റ് വരുന്ന ആൾ ഇതാണ്, പക്ഷെ ലാസ്റ്റ് കേറുന്നത് ഇതാണ്. ബിക്കോസ് ഇത്രയും പുട്ടിയൊക്കെ അടിക്കണ്ടേ? ഇവള് മേക്കപ്പ് ചെയ്ത് തീരൂല. ഞാൻ അവിടെ പോയി എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഇൻസ്പയർ ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്തിട്ടും ഞാനാണ് ആദ്യ സ്റ്റേജിൽ കയറുന്നത്. ശരി, നെക്സ്റ്റ്. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? ദേഷ്യം അങ്ങനെ വരാറില്ല, പക്ഷെ സങ്കടവും ഇമോഷൻസ് ഒക്കെ കൂടുതൽ. ഐ ഹാവ് നെവർ സീൻ ഹിം ആംഗ്രി. അല്ല, എനിക്ക് ഇമോഷൻസ് വേറെ. ദേഷ്യം പേളിയും ദേഷ്യപ്പെടൽ വളരെ കരയാണ്. ദേഷ്യം വന്ന പേളി അപ്പ കരയും. നല്ല ഫുഡി ആരാണ്? അത് പേളിയാ. ഇതെന്ത് എന്റെ ഒന്നും കാണിക്കാൻ പറ്റില്ല. നല്ല ഡാൻസർ ആരാണ്? ഓ മറ്റേ ഈ സാധനല്ലേ ഇതായിരിക്കും. പിന്നെ മറ്റേ ഈ സാധനം പിടിച്ചിട്ട് ഈ സാധനല്ലേ മറ്റേ ചുണ്ടിങ്ങനെ ആക്കിയിട്ടുള്ള. പിന്നെ അടുത്ത് ഇതാണ് ആൻസർ. വെറുതെ അവർക്കറിയാം. ഒരു ഡേഞ്ചറസ് മാത്രം. ഡേഞ്ചറസ് ആള് ഏത് കോളേജിൽ പോയാലും കളിക്കാൻ പറയുന്ന നിന്റെ ഏത് സ്റ്റെപ്പാണ് കോളേജിൽ പോയാൽ കളിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോ ഭരതനാട്യം പഠിക്കാൻ തുടങ്ങി, അറിയോ? അങ്ങനെ തന്നെ വേണം ഭരതനാട്യത്തിന്. ഓക്കെ. ഫ്രീ ടൈമിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് ആരാണ്? അതങ്ങനെ പറയാൻ പറ്റില്ല. വിത്ത് റെക്കോർഡ് പ്രൂഫ് ഒന്നും പറയുന്നില്ല. പിന്നെ ഫ്രീ ടൈമിലല്ലേ ഉറങ്ങാൻ പറ്റൂ. സ്റ്റേജിൽ നിന്ന് ഉറങ്ങുന്ന ആര് ചോയ്ക്ക്. അതിന് വരെ കഴിവുള്ള കുട്ടിയാണ്. അതെ, ഈ 1000കണക്കിന് സജസ്റ്റിന്റെ മുമ്പിൽ കണ്ണു തുറന്ന് ഉറങ്ങാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കണം. നല്ല ടോക്കറ്റീവ് ആരാണ്? നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവും, പക്ഷെ ദിസ് ഇസ് മൈ ആൻസർ. ഇത് ഈ സാധനത്തിന് ടയേർഡ് ആവും, ഫീലിങ്സ് ഉണ്ട്. ഇതിനതില്ല, അതിങ്ങനെ പോകും. റെക്കോർഡ് അവളുടെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഷൂട്ട് തീരുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകുന്നത് ആരാണ്? രണ്ടുപേരും പോവില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഡാൻസ് റിഹേഴ്സൽ നടക്കുന്നവര്, അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടാക്കുക. അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ കണ്ടന്റ്. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ അടിച്ചോടിക്കുകയാണ് ചെയ്യാറ്. കറക്റ്റ്. നോ, ബിക്കോസ് ഇവർക്ക് രാത്രി വരെ ഇവർക്ക് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഷൂട്ട് തീർന്ന് പ്രാക്ടീസ് നടക്കുന്ന ഏരിയ പോയിട്ട്, അങ്ങനെയാണ് ജിപിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ബാക്കി പിന്നെ പറയാം. ഏറ്റവും കൂടുതൽ വഴക്കു കിട്ടിയത് ആർക്കാണ്? അത് അവളുടെ അവളെ വഴക്ക് പറഞ്ഞിട്ട് യമുന അവസാനം ബാക്കി വഴക്ക് എനിക്ക് പറയാൻ തുടങ്ങി. അവളുടെ വിചാരം എന്താ, എന്ത് അഹങ്കാരം. ചില സമയത്ത് ഞാൻ കിളിപോലിരിക്കുമ്പോ യമുന എന്റേത് ഓഫ് ചെയ്യും. എന്നിട്ട് ജീപ്പിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്, അത് എന്റെ അടുത്ത് ഏറ്റവും, ബിക്കോസ് എനിക്ക് കുറെ വഴക്കിട്ട് ഞാൻ കരയും. അപ്പൊ എന്റെ കിളി പോവും. അപ്പൊ ഫിൽട്ടർ ചെയ്യണമല്ലോ, ഈ ചായയിൽ അരിക്കണ പോലെ ഇവന് ഫസ്റ്റ് വഴക്കൊടുക്കും. അത് ബേസിക്കലി ആ ടെക്നിക്കാലിറ്റി പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്നിയർ എന്ന് പറഞ്ഞൊരു സാധനം, ചെവിയിലൊരു ഇപ്പൊ ഇയർഫോൺ ഒക്കെ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ അതിനകത്താണ് ഡയറക്ടർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല, ചില സമയത്ത് ചീത്തയും കേൾക്കും ഇതിനകത്ത് കൂടെ നമ്മൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ പേളിനെ 2-3 തവണ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പേളി കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചീത്തയായിട്ട് ഒന്നുകിൽ കരയും അല്ലെങ്കിൽ കിളി പോകും. അപ്പോൾ അത് യമുനയ്ക്ക് അറിയാം. അപ്പോൾ ഷോ മുടക്കും. പക്ഷെ യമുനയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ അതങ്ങോട്ട് പുറത്ത് വിട്ടില്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ അവസാനം എന്ത് സംഭവിക്കും, അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പേളിയോട് പറയാനുള്ള ചീത്ത പോലും എനിക്ക് പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം എൻ്റെ ചെവിയിൽ എന്ത് അഹങ്കാരം, അവളുടെ വിചാരം എന്താ, അവൾക്കൊരു പ്രിപ്പറേഷൻ വേണ്ടേ. ആ സമയത്തായിരിക്കും ഒരു പയ്യൻ കുക്കു നടന്നു വരുന്നുണ്ടാവാം മറ്റേ ഡാൻസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുക്കു പ്രിപ്പറേഷൻ ആണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിനക്ക് അഹങ്കാരമാണ്, നിനക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അഹങ്കാരം, അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കഴിവുകളെ പലരും അഹങ്കാരം
ആ പേടി അത് അവിടെ എന്തോ കിളി പോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിളി പോകാൻ പാടില്ല ഡാൻസ് ചെയ്യുന്ന സമയത്ത്. നമ്മളുടെ കോൺസെൻട്രേഷൻ ഈ സ്ഥലത്ത് തന്നെ വേണം. എന്റെ പൊന്ന് GP പൊന്നാണോ എന്റെ കുക്കു? നിനക്കത് മനസ്സിലാവുന്നുണ്ടോ? ഈ അത്രയും ജനങ്ങളുടെ ഒരു പൊന്നാണ് നീ. ആ ഇന്റഗ്രേഷൻ ഒന്നും കൂടി പറയണം. നീ ആ ഡാൻസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഏറ്റവും അടിപൊളി. പഠിക്കാണ്ട് നാളെ 2 എണ്ണത്തിന് നേരത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എല്ലാവർക്കും ഡാൻസ് പഠിക്കാൻ തോന്നും. അതാണ് ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റിംഗ്. ഇതിങ്ങനെ ചറപറ ആദ്യമൊക്കെ എനിക്ക് കേൾക്കുമ്പോ സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് കേട്ടില്ലെങ്കിൽ ഒരു സങ്കടം. ഞാൻ പറയാം ചേച്ചി അവിടെ ഇല്ലേ. പക്ഷെ എന്താ വെച്ചാൽ ഇത് കാണുന്ന ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇത് ഞങ്ങളുടെ വർക്കിൽ ഭയങ്കര ഈസി ആയതിനു ശേഷം ഉണ്ടാവുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ യമുനയോട് പറയാനുള്ള ഉത്തരവും പ്രേക്ഷകരോട് പറയാനുള്ള ഈ ഒരു ഹോസ്റ്റിംഗ് കൂടി ഒരുമിച്ച് കൊടുക്കുന്ന അങ്ങനെയൊക്കെ കുറെ ഇൻസൈഡ് പരിപാടി. അടുത്ത എപ്പിസോഡായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂടുതൽ കോസ്റ്റ്യൂം സെൻസ് ആർക്കാണ്? കോസ്റ്റ്യൂം സത്യം ഞാൻ അവളെ എന്നെ കണ്ടിട്ട് കോസ്റ്റ്യൂം സെൻസ് അല്ല, ബിയർഡ് സെൻസ്. അതായത് ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ മേക്കപ്പ് ഡ്രസ്സ് മാറ്റുമ്പോൾ GP വന്നിട്ട് താടിയിൽ ഓരോരോ ഡിസൈൻസ് കണ്ടില്ലേ? ഇതൊക്കെ ഒന്നുമല്ല. അതായത് ഈ മുയൽ വീട് കാണാണ്ടാവുമ്പോ കളിക്കുടുക്കയില് ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഓട്ടുണ്ടാവും. ലൈക്ക് അതിനാണ് അവൻ സമയം കളയുക. അപ്പം ഐ തിങ്ക് എന്നിട്ടും സ്റ്റേജിൽ ആദ്യത്തൊന്നും ഞാൻ അതാണ് ഇതില് ഹൈലൈറ്റ്. അടിപൊളി ഷോ ആണ്. അതെ എനിക്കിഷ്ടായി. മനോരാജ്യം അപ്പൊ റിലീസിംഗ് ഓൺ 30th of August ആണ്. ഇത് ടെലികാസ്റ്റ് ഇതാക്കി കഴിഞ്ഞു പോയിണ്ടാവില്ലേ? മനോരാജ്യൊക്കെ പോയി വിട്ട് ഇല്ല 100 days ഓടുകയാണെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും. തെളിവാനും നമ്മുടെ പാട്ടിന്റെ റീൽസ് ഒക്കെ നടക്കുന്നുണ്ട്. അത് എല്ലാവരോടും ഒന്ന് ചെയ്യാൻ പറയണേ. അല്ല ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും മനോരാജ റീൽസ് എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. ഞങ്ങൾ കുറെ ഓണ സമ്മാനമൊക്കെ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് GP. എനിക്ക് എന്താ ഞാൻ സത്യം അതൊക്കെ എനിക്ക് ഒരു ചായയും കൂടെ വേണം. ആ ചങ്ങായി തിരിച്ചു വിളിച്ചില്ല. ആര്? മാസ്റ്റർ. അവരൊന്നും വിളിക്കില്ല. തിരിച്ച് മിസ് കോൾ വിളിക്കണോ? വിളിക്കും. സ്പീക്കർ ഇട്ടോ. Bro, can I call you in a minute? Okay, master. എടാ എന്നാലും പുള്ളി ഫോൺ എടുത്ത് ഇനി പുള്ളി വിളിക്കുമ്പോ ഞാൻ എന്താ പറയാ, വെറുതെ വിളിച്ചാന്നോ? അപ്പോഴേക്കും ഷോ കഴിയൂലേ? നീ വിട്ടേരെ ഓ. ഇനി അല്ലു വല്ലതും വിളിക്കുന്നുണ്ടോ? ഒരു കാലത്ത് ഈ മനുഷ്യനെ കൊണ്ട് നമുക്ക് ഒരു ഗുണമില്ലല്ലോ ഈശ്വരാ. സാരമില്ല, എനിക്ക് സത്യമായിട്ട് നിന്റെ ഇമേജ് ഇത്തിരി പൊക്കിയിട്ട് നമുക്ക് ഈ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ പിന്നെ അതായത് ഹലോ പോലും പറയുന്നില്ല എന്നുള്ളതാണ്. മാസ്റ്റർ എന്താ ചെയ്യണേന്നുള്ളതാണ് കോമഡി. ഒരു TV കണ്ടോണ്ടിരിക്കുവായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? നീ അല്ലുവിനെ ഒന്ന് വിളിക്കുക. കുഴപ്പമില്ല, ഈ ഡാമേജ് ഒക്കെ നികത്താൻ എനിക്കൊരു മാർഗമുണ്ട്. പണ്ട് നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോ എപ്പോഴും വഴക്കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഹാമ്പർ. ചോക്ലേറ്റ് എന്തൊക്കെയുണ്ട് നോക്ക്, ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് പലരും എൻ്റെ അടുത്ത് കമന്റ്സിൽ ചോദിക്കാറുണ്ട്. ഇത് എന്തൊക്കെയാണ് പേർച്ചേസ് ഹാമ്പറിലുള്ളതെന്ന്. അത് ക്യാൻഡിലാണ്, ഇതാ കോഫി. ഡേവിഡ് ഓഫിന്റെ കോഫി അടിപൊളി. ഇത് എപ്പോ പോയിന്ന് ചോദിച്ചാൽ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. ക്യാഷ് എടാ നോക്ക്, ഇത് നോക്ക്. ഇനി തൊട്ട് രാവിലെ നിങ്ങൾ രണ്ടുപേരും ഒരു കപ്പിന് പാല് കുടിക്കും. എടാ ഹാൻഡ് ക്രീമാണ്. മണം നോക്കട്ടെ. തന്നൂടെ നിനക്ക്? സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇത്രയും നല്ലൊരു ആങ്കർ, 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആങ്കറാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കോ? അപ്പം ഞാൻ എന്താ പറഞ്ഞ ഒരു റിയാക്ഷൻ ഇല്ലാണ്ടിരിക്കണത്? 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആങ്കറാന്ന് ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട് നിന്നെ. ഇപ്പൊ അങ്ങനെ അല്ലു അർജുന് മലയാളം അറിയോ? ഇല്ലല്ലോ. ഇതൊന്ന് മാറ്റിയിട്ട് പുതിയ ആമ്പർ വരും. എനിക്ക് ഇതൊരു ഭംഗിയില്ല കൊണ്ടുപോകാൻ. ഈ കപ്പ എവിടെ വെക്കും? ഇത് അവിടെ അങ്ങനെ കൊണ്ടുപോയി ഞാനിതൊന്നും കൂടി അറേഞ്ച് ചെയ്ത് തരാം. നീ ഇത് വൈൻഡപ്പ് ചെയ്യും.
അപ്പോൾ നമ്മൾ പേളി മാൻ ഈ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. കുറേ കാലമായി പേളി എൻ്റെ അടുത്ത് ഈ ഷോയിൽ വരണം എന്ന് പറയുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എടാ എന്തെങ്കിലും ഒരു രസമുള്ള പരിപാടി ഉണ്ടാകുമ്പോൾ വരാമെന്ന്. അന്നേ വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇത്രയും നല്ലൊരു സമയത്ത് വന്നിട്ട് ഉള്ള ഇമേജൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നോക്കണ്ട, നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല എന്നൊന്ന് ഓർമ്മിപ്പിടിക്കുന്ന അതാണല്ലോ ഇപ്പോൾ എപ്പിസോഡ് ഉണ്ടായത്. ഇടയ്ക്ക് ഇതുപോലുള്ള വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറി ചെയ്യരുത്. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒരു ദിവസം കൊണ്ട് കാണാതെയാവും. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുണ്ടായത്. വീണ്ടും D4ന്റെ ഫ്ലോറിലേക്ക് പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ നേരത്തെ കുറച്ച് കാലമായി കണ്ടിരുന്ന മെച്ചോർഡ് ആയിട്ടുള്ള ഗോവിന്ദ് പത്മസ്വരിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി ഞാൻ കുറേ എപ്പിസോഡുകൾ പല ആൾക്കാർക്കും പ്രൊമോഷൻ കൊടുക്കും. അതിലൊക്കെ ഞാൻ തന്മയത്വത്തോട് കൂടിയിട്ട് ഞാൻ പെരുമാറാൻ ശ്രമിക്കാം. അത്രേ പറയുള്ളൂ. ഇനി ഈ ഹാമ്പർ മാറ്റി ഇവൾ തരുന്നു പറയുന്നു. ഇവൾ തന്നില്ലെങ്കിൽ ഞാൻ സ്റ്റോറി ആയിരുന്നായിരിക്കും. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ ഫ്ലോർ ഓഫ് പേളി മാനി ഷോ. അതുകൊണ്ടാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, മനസ്സിലായില്ലേ? ഇതുപോലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്നും നീ പറയണ്ട, നിനക്ക് അതും കൂടി പറയാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് ആവശ്യം, ബാക്കിയെല്ലാം നീ ചെയ്യണ്ടല്ലോ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് എപ്പോഴാ? Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.